അടിച്ചടിച്ച് അടിച്ച് അടിച്ചടിച്ച് എല്ലാവർക്കും നീർക്കാക്കയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു താങ്ക്സ് കേട്ടോ. നമ്മുടെ ചാനൽ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. അപ്പം ഇന്നും അതുപോലെ തന്നെ ചൂണ്ടിടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് മീൻ കിട്ടിയായിരുന്നു, ഒരുപാട് വലുതല്ല, എന്നാലും ഒരു ഇടത്തരം ടൈപ്പുള്ള കുറേ ചേറ് കിട്ടിയായിരുന്നു. പിന്നെ ഒരു ചെറിയ ടൈപ്പ് ഒരു വരാലും കൂടെ കിട്ടിയത്. അപ്പോൾ കുറേ പേര് എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉപയോഗിക്കുന്ന ടാക്കിൾസൊക്കെ ഏതാണെന്നൊക്കെ. ഞാൻ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഒന്ന് ഇതാണ്, അബുഗാഷിയുടെ പ്രോമാക്സ് 3യും അത് തന്നെ അബുഗാഷിയുടെ വെഞ്ചൻസ് റോഡും. പിന്നെ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുണ്ടോ ഒരു ഫ്രോഗ്, അതായത് സ്കോർപ്പിയോ എന്ന് പറയും. ഇത് കമ്പനിയാണ്, സ്കോർപ്പിയോ എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്, അങ്ങനെ പറയുന്നത്. ഏത് കമ്പനിയാണ് സത്യം സ്കോർപ്പിയോ എന്നാണ് അവർ പറഞ്ഞ കമ്പനിക്കാണ്. പക്ഷേ ഒരു രക്ഷയില്ലാത്ത ഫ്രോഗ് കേട്ടോ, ഭയങ്കര റിസൾട്ടാണ്. ഞങ്ങൾ ഈ മീനെല്ലാം പിടിച്ചത് ഈ ഒരു ഫ്രോഗാണ്. ഇത് കൂടാതെ വേറൊരു ഫ്രോഗ് കൂടെ ഉണ്ട്, റിയൽ വാൻ്റെ ടെഡി, പിന്നെ തന്നെ റിയൽ വാൻ്റെ കിബി എന്ന് പറഞ്ഞ ഫ്രോഗ്. അങ്ങനെ ഈ 3 ഫ്രോഗാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രോഗ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ, ഈ ഒരു ഫ്രോഗാണ്, അതായത് സ്കോർപ്പിയോ എന്ന് പറയുന്നത് ഫ്രോഗ്. അതിപ്പം ഇതിനകത്തൊരു ഗുണമുണ്ട്, നമുക്ക് ചെറുനെയും കിട്ടും വരാലിനെയും കിട്ടും. അപ്പോൾ രണ്ടിനും നമുക്ക് ഉപയോഗിക്കാം. അതായത് അത്യാവശ്യം വലിയ ചേറും എല്ലാം കയറും, ഏത് ടൈപ്പ് ചേറും. പിന്നെ അതുപോലെ തന്നെ വരാലാണ്, കുഞ്ഞു വരാലും തൊട്ട് കൊണ്ട് നല്ല സൈസ് വരാലും എടുക്കും. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ച് അടിച്ചടിച്ച് സൈലൻ്റായിട്ടൊന്ന് അടിച്ച്. ഓ കുറേ ഏറാനിട്ട് അടിച്ച കേട്ടോ. സൈലൻറ്റ് മോഡിൽ വന്നടിച്ചിരിക്കുന്നു. ശരിക്കും ഹുക്കായി. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് മീൻ ആ കാട്ടിനകത്ത് വന്ന് അടിച്ചേ. വരാൽ ഇവിടുന്ന് വന്ന് അടിച്ചാന്നറിയോ? ഇത്ര നേരം അവിടെ ഇല്ലായിരുന്നു. എന്നാ പടച്ചില്ല വരാലായോണ്ട് കളയുന്നില്ല കേട്ടോ. എന്നാ വാ. അടിച്ച് അടിച്ചടിച്ചടിച്ചടിച്ച് കയറി വേടാ. കയറി വേണം ഇങ്ങോട്ട്. ചെറു മൂന്നാമത്തെ മീൻ. അപ്പോൾ അങ്ങ് പോയെന്ന് തോന്നുന്നു. കിട്ടിയ കഴിഞ്ഞ ദിവസത്തെ പോലെയല്ല, എല്ലാം ഒരേ സൈസാണ് കിട്ടുന്നില്ല.
ഒരുപാട് വലുപ്പമില്ല. ഈ ഫ്ലോ അങ്ങ് പോയി കേട്ടോ. അടിച്ച് വാടാ വാടാ. എല്ലാം ഈ റേഞ്ചിലാട്ടോ. ഒന്നുമില്ല. കണ്ടോ, ഇതിൻ്റെ ഒരു കുഴപ്പം, ഈ ഫ്രോഗിൻ്റെ കുഴപ്പമില്ല. അതായത് ഇതിൻ്റെ ഫ്രോഗ് എടുക്കുമ്പോൾ തന്നെ ഇത് പകുതിച്ചാകും. അതുപോലെ ഹുക്കപ്പാണ്. അതുകൊണ്ട് തിരിച്ചു വിടാനും പറ്റത്തില്ല അവസ്ഥയായതെല്ലാം. ഫ്രോഗ് കയറിക്കുന്നുണ്ടോ, ശരിക്കും ഡാമേജ് ആയിട്ടായിരിക്കുന്നത്. ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ, നല്ല രീതി ആയിട്ട് ഒരു ശരിക്കൊരു ഹുക്കപ്പ്. അങ്ങനെ വരുമ്പോൾ കുഴപ്പം എന്നാണെന്നറിയുമോ, തിരിച്ചു വിട്ടാലും ചത്തു പോകത്തുള്ളൂ. നമുക്കിവിടെ അടിച്ചപ്പോൾ തന്നെ അമ്മാവനും അവിടെ അടിച്ച് കയറി. അണ്ട അറ്റപ്പറ്റ ഹുക്കപ്പ്. ഇത് തന്നെ പുറകെ വന്ന് അടിച്ചാന്ന്. അതാ പ്രോവ് അതൊക്കെ വന്നപ്പോഴേ പുറകെ വന്ന് അടിച്ചാൽ അറ്റപ്പറ്റ വന്നാക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ അമ്മാവനും വന്നടിച്ച്. അതെ, കൈകളയല്ലേ കൈകൾ. കിറു പറഞ്ഞു, ചെറിയ കിറു, അതുകൊണ്ട് കിട്ടി. ഇവിടെ കിടക്ക്. നാലാമത്തെ മോനിപ്പം അടിച്ച് കയറുക. അടിച്ചങ്ങളെ. ഞാൻ വിചാരിച്ചണ്ട വലുതായിരിക്കുന്നേ. അല്ല, അതുപോലെ വലിച്ചിട്ട് പോയി. പുല്ലില്ലേ? എൻ്റെ വലുതാന്ന് വിചാരിച്ചു. ഞാനൊരു നല്ല സൈസാണ് വിചാരിച്ചേ. ഇടയ്ക്ക് വിട്ടുപോയോന്ന് പ്രതീക്ഷിച്ചു. ഇന്ന് കിട്ടിയത് വലുത്. സെക്കൻഡല്ലേ. ഞാനിവിടെ വലുതാന്ന് വിചാരിച്ചു കേട്ടോ. അതുപോലെ വിചാരിച്ച അതുപോലെ അടി ഫൈറ്റായിരുന്നു. ഇന്നും നമുക്ക് കിട്ടിയ മീൻ കണ്ടോ. മീൻ 4 ഇടത്തരം ടൈപ്പ് കേട്ടോ. കിട്ടിയത് അത്യാവശ്യം വലിപ്പമുള്ളത്.
ഇതാട്ടോ, ബാക്കിയെല്ലാം എന്താ ഇതൊരു വരാല. ഇത്രയാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ. അപ്പോൾ ഓക്കെ, ഇതുപോലുള്ള വേറെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. നിർത്തിയേക്കട്ടെ.